Crochet Kalakar's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേബിൾ മാറ്റ് ആണ്. ഇത് വളരെ ഈസിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് 3.0 mm ഹുക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ലിപ്പ് നോട്ട് ചെയ്യാം. ആദ്യം നമുക്ക് യാണിത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ റാപ്പ് ചെയ്യാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഹുക്ക് നമുക്ക് ഈ ഫസ്റ്റ് ഇതിൻ്റെ ഇടയിലൂടെ ഇട്ട് ഇതിങ്ങനെ പുറത്തേക്ക് വലിക്കാം. അതിനുശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് എടുക്കാം. സ്ലിപ്പ് നോട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ചെയിൻ 1 2 3 സർക്കിളിനുള്ളിൽ 11 DC ചെയ്യണം. 1 DC 2 3 4 5 6 7 11 3 ചെയിനും കൂടെ ചേർത്ത് 12 DC ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി നമുക്കിത് ഈ യാണ് വലിക്കാം. One, 2, 3. ഈ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 2 ചെയിൻ 1 2 3 സെയിം സ്പേസിൽ തന്നെ DC ചെയിൻ 1 നെക്സ്റ്റ് ചെയിനിൽ 2 DC ചെയിൻ 1 നെക്സ്റ്റ് ചെയിനിൽ 2 DC ചെയിൻ 1 നെക്സ്റ്റ് ചെയിനിൽ 2 DC അങ്ങനെ എവരി ചെയിൻ 2 DC ചെയിൻ 1. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 1 ഇത് ലാസ്റ്റ് ഡബിൾ ക്രോഷേ ആണ്. 1 ഡബിൾ ക്രോഷേ സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷേ. ചെയിൻ 1 ടോട്ടൽ 24 ഡബിൾ ക്രോഷേയും 12 ചെയിനുമാണുള്ളത്. അതായത് ഈ 3 ചെയിനും കൂടെ ഈ 3 ചെയിൻ ഡബിൾ ക്രോഷേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ടോട്ടൽ 24 ഡബിൾ ക്രോഷേ. പിന്നെ ഈ സൈഡിലൊക്കെ ഉള്ളത് ഒരു ചെയിനായിട്ടുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ 12 ചെയിനും 24 ഡബിൾ ക്രോഷേ. 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 3 ചെയിൻ 1 2 3 നെക്സ്റ്റ് ദി ചെയിനിൽ നെക്സ്റ്റ് ചെയിനിൽ 1 DC സെയിം സ്പേസിൽ 1 മോർ DC. ഈ സെറ്റ് ടോട്ടൽ 3 DC ആണ് കണക്കാക്കുന്നത്. ചെയിൻ 1 skip 1 chain, next chain 1 DC,
നെക്സ്റ്റ് ചെയിനിൽ 2DC, 1DC, 2DC, chain 1, skip 1 chain, 1DC, next chain 2DC, 1, 2, 1DC, നെക്സ്റ്റ് ചെയിനിൽ 2DC ആണ് ചെയ്യേണ്ടത്. ടോട്ടൽ ഈ സ്പേസിൽ 3DC ആണുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയിൻ 1, 1DC, നെക്സ്റ്റ് ചെയിനിൽ 2DC, 1, 2, chain 1, 1, 2, 3, third chainൽ slip stitch, round 4, chain 1, 2, 3, next chainൽ 1DC, next chainൽ 2DC, 1, 2, ടോട്ടൽ 1, 2, 3, 4 DC ആണ്. ഈ 3 ചെയിൻ ഒരു DC ആയിട്ട് കണക്കാക്കും. ചെയിൻ 1, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ 1DC, നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ 2DC, 1, 2, chain 1, skip 1 chain, 1DC, second DC, ഈ ചെയിനിൽ 3 and 4th. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 1 ലാസ്റ്റാണ് ഇവിടെ. 1DC, skip 1 chain, 1DC, second DC, ഈ ലാസ്റ്റ് ചെയിനിൽ 2DC, chain 1, skip 1 chain, 1, 2, 3, third chainൽ slip stitch, round 5, chain 1, 2, 3, DC, DC, ഈ ചെയിനിൽ 2DC, 1, 2, chain 1, skip 1 chain, next 1DC, next chain second DC, next chain third one, next chain fourth and fifth. വൺ ടു ത്രീ ഫോർ ഫൈവ് DC ആണ് ഈ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. ചെയിൻ 1 ഇവിടെ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. 1, 2, 3, 4 and 5. ചെയിൻ 1 നെക്സ്റ്റിൽ വീണ്ടും അതേപോലെ 6th റൗണ്ട് എത്തുമ്പോൾ ഈ ഇവിടെ 2DC വരും. അതായത് 1, 2, 3, 4, 5, 6
6 DC വരും ഓരോ സ്പേസിൽ, ഓരോ ഇതിലും. പിന്നെ 1 ചെയിൻ ചെയ്തിട്ട് വരാം. ഇവിടം വരെ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ടേബിൾ മാറ്റ്. 1 2 3 4 5 6 7 8 9 10 11. 11th റൗണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Five, 6, 7, 8, 9. Last chain 10, 11. Chain 1. വീണ്ടും ലാസ്റ്റ് ചെയിൻ വരുമ്പോൾ 10, 11. Two DC. Chain 1, skip this chain, 1 2 3, third chain slip stitch. Chain 1 ഇതൊരു സിംഗിൾ ക്രോഷേ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ. എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷ് ചെയ്യണം. ഇവിടെ നമ്മൾ 2 സിംഗിൾ ക്രോഷ് ചെയ്യില്ല, 1 സിംഗിൾ ക്രോഷ് മാത്രമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ സ്പേസിലും സിംഗിൾ ക്രോഷ്. നെക്സ്റ്റ് ഈ ചെയിനിലും സിംഗിൾ ക്രോഷ്. അങ്ങനെ എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് വരാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് റൗണ്ട് round 13, chain 1 2 3. next chain DC, chain 1 2 3, skip 2 chain. next chain 1 DC, next chain second DC, chain 1 2 3, skip 2 chain. next chain 1 DC, next chain second DC, chain 1 2 3, skip 2 chain. next chain 1 DC, next chain second DC, chain 1 2 3, skip 2 chain. next chain 1 DC, next chain second DC. ഇതേപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 2 3, 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3,
DC, chain 1, second DC, third one, fourth DC, fifth one, sixth, chain 3, 1 2 3 4 5 6, ടോട്ടൽ 7 DC ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ചെയിൻ 1 2 3, ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഇതിൽ വീണ്ടും 7 DC, 1 DC, 2 3 DC, 4 5 6 7, chain 1 2 3, നെക്സ്റ്റ് ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3, വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ 7 DC, 1 2 3 4 5 6 7. ഇതേപോലെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പൊങ്ങി നിൽക്കുന്നതും ഈ ഇത് ചെയ്യുന്നതോടുകൂടി നിൽക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3, ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3, 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് റൗണ്ട് chain 1 2 3 plus 1 chain, 4 chain, next chain le DC, chain 1 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 2, ഈ ഒരു സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2, നെക്സ്റ്റ് ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2, നെക്സ്റ്റ് വീണ്ടും 1 DC, ചെയിൻ 1 1 DC, ചെയിൻ 1, അങ്ങനെ ചെയ്യും. ചെയിൻ 1 2, സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2,
നെക്സ്റ്റ് സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2, നെക്സ്റ്റ് 1 2 3 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1, ഇതൊരു സിംഗിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. ചെയിൻ 1 2 3, ഈ ഒരു ഡേസിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഡേസിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഡേസിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഡേസിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഡേസിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ഡേസിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2, ഈ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2, നെക്സ്റ്റ് ഈ ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, അതായത് ഈ ഒരു ഇതിൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ചെയിൻ 1 2 3, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, അതായത് ഡി സിയുടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, നെക്സ്റ്റ് ചെയിനിൽ സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2 3, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് ചെയിൻ 1 2, മിഡിലെ ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 2, ഈ ഫസ്റ്റ് നമ്മൾ ഇവിടെ 4 ചെയിനാണ് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ചെയിനിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ ഈ ഒരു റൗണ്ട് നമ്മൾ ഇതോടുകൂടി ഇത് നിർത്തുവാണ്. ഇതാണ് നമ്മളുടെ ടേബിൾ മാറ്റ്. ഒരു ചെയിനും കൂടി ഇട്ട് നമുക്കിത് ഞാൻ കട്ട് ചെയ്യാം. ഞാൻ പുതിയൊരു സിസേഴ്സൊക്കെ വാങ്ങിച്ച് ഇതാണത്, പുതിയ സിസേഴ്സ് എന്താ. ബാക്കി വന്ന യാണ് നമുക്കിവിടെ ഇതാക്കി വെക്കാം, തുന്നി വെക്കണം. നമുക്ക് ആ യാണിൻ്റെ ഫുള്ളും ആവശ്യം വന്നില്ല, 50 ഗ്രാം ആവശ്യം വന്നില്ല. നമ്മുടെ ടേബിൾ മാറ്റ് ഇവിടെ ഫിനിഷായി.